Okay, hi, good morning. So let us start our class. Renaissance in Arabic literature in modern period. ആധുനിക കാലഘട്ടത്തിലെ അറബി സാഹിത്യത്തിലെ നവോത്ഥാനം. Renaissance in Arabic literature in modern period. ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളതും സെക്കൻഡ് മൊഡ്യൂൾ തന്നെയാണ്. ഈ മൊഡ്യൂള് കുറച്ച് ലോങ്ങസ്റ്റ് മൊഡ്യൂളാണ്. അതുകൊണ്ടാണ് ഇതിന്റെ 2 പാർട്ട് നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ടിലാണ് ക്ലാസ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. The period between 1517 to 1800 denotes one of the bleakest periods in Arabic literary history, when Arabic literature ceased to be creative. അപ്പോ 1517 മുതൽ 1800 വരെയുള്ള ഒരു കാലഘട്ടം, അത് അറബി സാഹിത്യ ചരിത്രത്തിലെ ഒരു ബ്ലീക്കസ്റ്റ് പീരീഡ്, ഒരു വിരസമായ, ഒരു ശൂന്യമായ കാലഘട്ടമാണ്. This bleak period was followed by Al-Nahda, the Renaissance, which was the basis of his spurt in Arabic literature. അപ്പോ ഈ ഒരു ബ്ലീക്കസ്റ്റ് പീരീഡ് അവസാനിച്ചത് എപ്പോഴാണ്? നവോത്ഥാന കാലഘട്ടം വന്നപ്പോഴാണ്. റെനൈസൻസ് പീരീഡ്. അത് അറബി സാഹിത്യത്തിൽ വലിയൊരു കുതിപ്പാണ് ഉണ്ടാക്കിയത്, കുതിച്ചുചാട്ടം ഉണ്ടാക്കി. അതായത് ഈ ഒരു പീരീഡ് 1517 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തിൽ വേണ്ടത്ര ഒരു വികാസം അല്ലെങ്കിൽ അറബി സാഹിത്യത്തിനോ മറ്റോ പ്രത്യേകമായ സംഭാവനകളൊന്നും നൽകാൻ പറ്റാത്ത സാഹിത്യകാരന്മാർ വളരെ കുറഞ്ഞു പോയ ഒരു കാലഘട്ടമാണ്. പിന്നീട് നവോത്ഥാന കാലഘട്ടം വന്നതോട് കൂടിയാണ് വീണ്ടും അറബി സാഹിത്യത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. Two major developments paved the way for Al-Nahda, European influence, which was represented by the Maronite missions in the Levant and the French occupation of Egypt in 1798. അതായത് ഈ നവോത്ഥാന ഘട്ടത്തിൽ 2 പ്രധാന കാര്യങ്ങളാണ് സംഭവിച്ചത്. യൂറോപ്യന്മാരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു സ്വാധീനം ചെലുത്തും. അത് ലബനാൻ കേന്ദ്രീകരിച്ചുള്ള മിഷൻ, മാരോണിറ്റ് മിഷൻസ്, അവര് ഈ മതപരിവർത്തനം നടത്തുന്ന അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. അവരുടെ ഒരു സാന്നിധ്യം. അതേപോലെ ഈജിപ്തില് 1798 ഫ്രഞ്ച് അധിനിവേശം, നെപ്പോളിയന്റെ നേതൃത്വത്തിലുണ്ടായ ഫ്രഞ്ച് ഒക്കുപേഷൻ, ഫ്രഞ്ച് ഇൻവേഷൻ, അതൊക്കെയാണ് പ്രധാനമായ കാരണങ്ങളായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പേര. In 1584, Pope Gregory XIII established a special school in Rome for the Lebanese missionaries called the Maronite School. He also provided students with stipends. Subsequently, the Lebanese prince Fahru al-Din al-Marwi started sending Lebanese students to study in Italy. അവ 1584 പോപ്പ് ഗ്രിഗറി 13 ഈ ലബനീസ് മിഷണറീസിന് വേണ്ടി റോമില് എന്തുണ്ടാക്കി? ഒരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ടാക്കി. അത് മാരോണിറ്റ് സ്കൂൾ എന്നറിയപ്പെടുന്നു. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ലബനീസ് സ്റ്റുഡൻസിനെ ഇറ്റലിയിലേക്ക് പഠനത്തിന് വേണ്ടിയൊക്കെ അയച്ചു ലബനീസ് പ്രിൻസ്. The beginning of the 19th century saw an emergence of a constellation of Arab writers, thinkers, scientists, journalists, poets, printers, and translators. When some of them remained in the Levant, others went to live in Egypt
and other Arab countries due to political circumstances. Wherever they went, they contributed to the renaissance of Arabic, especially in Egypt and the Americas. Okay, ഇവിടെ ആ നവോത്ഥാനത്തിന്റെ ബന്ധപ്പെട്ട കാര്യം പറയുകയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടിയ അറബി എഴുത്തുകാർക്കിടയിലും ചിന്തകന്മാർക്കിടയിലും ജേർണലിസ്റ്റ്, പോയറ്റ്സ് ഇവർക്കിടയിലൊക്കെ എന്ത് വന്നത്, ഒരു പ്രത്യേകമായൊരു വിഭാഗം വന്നത്, ഇതിൽ നിന്നും സാഹിത്യത്തിനൊക്കെ റെഡിയായിക്കൊണ്ടുള്ളൊരു വിഭാഗം. അവര് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകാൻ തുടങ്ങി. നെപ്പോളിയൻ ബോണപ്പാർട്ട് brought with him a team of French experts, scientists and scholars who established modern libraries and laboratories to carry out scientific and literary researches. Okay, ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് പ്രധാന പോയിന്റ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്തു? ഫ്രഞ്ച്, അദ്ദേഹത്തിന്റെ നാടായ ഫ്രാൻസിൽ നിന്നുള്ള ഒരു ടീം, അവർ നല്ല സ്കോളേഴ്സ്, പണ്ഡിതന്മാരും സയന്റിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ആധുനിക രൂപത്തിലുള്ള ലൈബ്രറീസ്, ലബോറട്ടറികളൊക്കെ ഇവരെന്ത് ചെയ്തു? സ്ഥാപിച്ചു. അങ്ങനെ നല്ല ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചു. Above all, he brought with him from the Vatican an Arabic language printing press, the first Arabic printing press in Egypt for the publication of French proclamations in Arabic. അതായത് വത്തിക്കാനിൽ നിന്ന് അറബി ലാംഗ്വേജ് പ്രിന്റിംഗ് പ്രസ് അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് ആദ്യത്തെ അറബി പ്രിന്റിംഗ് പ്രസ് ആണ്. ഈജിപ്തിലെത്തി. അങ്ങനെ ഫ്രഞ്ചിന്റെ ഓരോ പ്രധാന കാര്യങ്ങളും മുദ്രാവാക്യങ്ങളും അതിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ എന്തൊക്കെ അറബിയിലേക്ക് അവര് ട്രാൻസ്ലേറ്റ് ചെയ്തു. The Egyptian governor Muhammad Ali tried to modernize his country, with which the Arabic literature also began to be modernized. അപ്പൊ അന്നത്തെ ഈജിപ്ഷ്യൻ ഗവർണർ ആയിരുന്ന മുഹമ്മദ് അലി എന്ത് ചെയ്തു? തന്റെ രാജ്യത്തിനെയും ഒരു മോഡേണൈസ് ആക്കാനുള്ള ഒരു യജ്ഞത്തിലായിക്കൊണ്ട് അറബി സാഹിത്യവും എന്ത് ചെയ്യാൻ തുടങ്ങി? മോഡേണൈസ് ആവാൻ തുടങ്ങി. These efforts were backed by the scholars whom Muhammad Ali sent to France to study the French literature and to imitate the methods in Arabic literature. അപ്പോൾ ഈ മുഹമ്മദ് അലി എന്ത് ചെയ്തു? കുറെ സ്കോളേഴ്സിനെ ഇവിടേക്ക് അയച്ചു, ഫ്രാൻസിലേക്ക് അയച്ചു. ഫ്രഞ്ച് സാഹിത്യവും മറ്റും പഠിച്ച് അതനുസരിച്ച് ആ ഒരു മെത്തേഡും കാര്യങ്ങളും അറബി സാഹിത്യത്തിലേക്കും കൊണ്ടുവരാനായി കുറെ സ്കോളേഴ്സിനെ അങ്ങോട്ട് അയച്ചു. അത് വലിയൊരു മാറ്റമായി. These two remarkable events were the motives behind the Renaissance in Arabic literature. ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ അറബി സാഹിത്യത്തിലെ റിനൈസൻസിന് തുടക്കം കുറിച്ചത്. അറബി പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചതും പിന്നെ ഫ്രാൻസിലേക്ക് ഫ്രഞ്ച് സാഹിത്യം പഠിക്കാനായി കുറെ ആളുകളെ, പണ്ഡിതന്മാരെ അയച്ചതും. ഈ രണ്ട് കാര്യങ്ങൾ. It caused the emergence of the new generation in Arabic literature who produced the works in different styles they became familiar with by their expedition in France and other countries. അപ്പോൾ അറബി സാഹിത്യത്തിൽ വലിയൊരു പുരോഗതി തന്നെ ഉണ്ടായി. വ്യത്യസ്തമായ സാഹിത്യ ശൈലികൾ കടന്നു വന്നു. അങ്ങനെ ഫ്രാൻസിലും മറ്റ് രാജ്യങ്ങളിലും പര്യടനം നടത്തലോടുകൂടെ വലിയ വലിയ മാറ്റങ്ങൾക്കാണ് അറബി സാഹിത്യത്തിൽ തുടക്കം കുറിച്ചത്. അപ്പൊ അതാണ് റിനൈസൻസിന്റെ, അറബി സാഹിത്യത്തിലെ നവോത്ഥാനത്തിന്റെ ആദ്യപടികൾ. ഇനി ഫാക്ടേഴ്സ് ഓഫ് റിനൈസൻസ് ഇൻ അറബിക് ലിറ്ററേച്ചർ. ഇനി എന്തൊക്കെ ഘടകങ്ങളാണ് അറബി സാഹിത്യത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത്, നവോത്ഥാനം കൊണ്ടുവന്നത്? അതിലേക്ക് പോവാം. ഈജിപ്ത് വാസ് ദ സെന്റർ ഓഫ് മെനി കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് like Al-Azhar, the College of Medicine, the College of the Civil Rights, the College of Darul Uloom, Al-Qami, Al-Misriya, the literary union named Al-Maghum, Al-Mulk Al-Wughat, Al-Arabiya was formed in Egypt
and the library named Al-Maktabatul Azhariya was also built. അതായത് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ പല കോളേജുകളും യൂണിവേഴ്സിറ്റികളും എല്ലാം നിറഞ്ഞ കേന്ദ്രമായിരുന്നു. അൽ-അസ്ഹർ കോളേജ് പോലെ അങ്ങനെ ചില കോളേജുകളുടെ പേര് ഇമ്പോർട്ടൻസ് ഇല്ല. അൽ-അസ്ഹർ അത് പ്രധാനപ്പെട്ട കൈറോ യൂണിവേഴ്സിറ്റി അങ്ങനെ തുടങ്ങിയാന്ന് മതിട്ട് അത്രയും പ്രധാനപ്പെട്ട കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഈജിപ്തിലുണ്ടായിരുന്നു. The most famous school in Syria was the Syrian University. The most famous literary union is in Damascus, which is named as Al-Ma'um Al-Rabi Al-Alami. The library Al-Maktabat Al-Zahiriya was also in Syria. അപ്പോൾ സിറിയയിലും പ്രധാനപ്പെട്ട സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സിറിയൻ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലുള്ള യൂണിവേഴ്സിറ്റിയും കോളേജിലും സിറിയയിലും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് Lebanon. Lebanon hosted the colleges like the colleges of Jinn al-Waraq, the National School, the Patriotic School. അങ്ങനെ പോയി അങ്ങനെ ചില കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ എവിടെയുണ്ട്? ലെബനാനിലുണ്ട്. അപ്പൊ പ്രധാന കേന്ദ്രങ്ങൾ എവിടെയാണ്? ഈജിപ്ത്, സിറിയ, ലെബനാൻ. ഈ രാജ്യങ്ങളിലാണ് ആ നവോത്ഥാന കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ലിറ്റററി പ്രോഡക്ട്സ് ഓഫ് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡിലെ സാഹിത്യ കൃതികൾ, ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. Authors in Egypt, Syria, Lebanon, Iraq, and the Al-Mahjar played key role in renaissance of the Arabic literature. അറബി സാഹിത്യത്തിലെ നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് എവിടുത്തെ എഴുത്തുകാരാണ്? ഓതേഴ്സ് ആണ്. ഒന്ന് ഈജിപ്ത്, സിറിയ, ലെബനൻ, ഇറാഖ്, പിന്നെ മഹിജർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ തന്നെ വരുന്നുണ്ട്. അവിടെ വിശദമായിട്ട് പറയും എന്താണ് മഹിജർ ലിറ്ററേച്ചർ. ഓക്കെ. അപ്പോ ഇവിടെയുള്ള ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരാണ് പ്രധാനമായിട്ടും അറബി സാഹിത്യത്തിലെ നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. They wrote many short stories, dramas, articles, and novels, which were inspired by the French, Russian, and many European literatures. അപ്പോൾ ഈ ഓതേഴ്സെല്ലാം എന്ത് ചെയ്തു? അവർ ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ഡ്രാമകൾ എഴുതിയിട്ടുണ്ട്, ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, നോവൽസ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഫ്രഞ്ച്, റഷ്യൻ, അതുപോലെ മറ്റ് യൂറോപ്യൻ സാഹിത്യത്തെ വളരെയധികം ഇൻസ്പയർ ചെയ്തു, സ്വാധീനിച്ചു. ആ സ്വാധീന ഫലമായിട്ട് റൈറ്റേഴ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡഡ് Taha Hussein, Abbas Mahmoud Al-Laqad, Khalil Gibran, and Mikhail Naima are some prominent advocates of innovation of style. അപ്പോൾ ഈ ഒരു സാഹിത്യ രചനകളിൽ പ്രത്യേകമായ സ്റ്റൈല് കൊണ്ടുവന്ന ചില എഴുത്തുകാരിൽപ്പെട്ടവരാണ് ആരൊക്കെ? താഹ ഹുസൈൻ, അറബി സാഹിത്യത്തിൽ അറിയപ്പെട്ട ആളുകളാണ്. അബ്ബാസ് മഹ്മൂദ് അൽ-ലഖാദ്, ഖലീൽ ജിബ്രാൻ, മിഖായിൽ നഈമ, ഈ ആളുകളൊക്കെ. The conservative Muhammad Rashid Rida, who wrote for the magazine Al-Manar. Al-Manar എന്ന പേരുള്ള മാഗസിൻ എഴുതിയ മുഹമ്മദ് റഷീദ് റിദ ഈ കാലഘട്ടത്തിലുള്ള ഒരാളാണ്. As well as Farid Wajdi and Mustafa Sadiq Rafi'i, ഇവരും അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനങ്ങളിൽപ്പെട്ടവരാണ്. മുഹമ്മദ് ഖുർദ് അലി ഫ്രം സിറിയ and also were supporters of innovative styles. പുതിയ സ്റ്റൈലുകളെ സപ്പോർട്ട് ചെയ്തവരിൽപ്പെട്ടവരാണ് സിറിയയിൽ നിന്നുള്ള മുഹമ്മദ് ഖുർദ് അലി എന്നയാൾ. നെക്സ്റ്റ് പേരാ. ഇൻ ഈജിപ്തില് അഹമ്മദ് ഷൗഖി and Hafiz Ibrahim, among others, began to explore the limits of the classical qasida, although he remained
എ ക്ലിയർലി നിയോ ക്ലാസിക്കൽ പോയറ്റ്. ഈജിപ്തിൽ വന്നാൽ അഹമ്മദ് ഷൗഖി, ഹാഫിസ് ഇബ്രാഹിം, ഈ രണ്ടാളുകൾ അവര് നല്ല ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആയിരുന്നു. Mahmud Sami al-Barudi is known as the pioneer of modern Arabic poetry. ആധുനിക അറബി കവിതയുടെ പയനിയർ, തുടക്കക്കാരൻ, അതിന്റെ സ്ഥാപകൻ എന്നൊക്കെ പറയുന്ന ആളാരാണ്? മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. These poets differed in their styles, sense of solidarity and the degree of involvement in nationalist events. അപ്പൊ ഇവരുടെ കവിതകള് പ്രത്യേകമായ സ്റ്റൈലും മാത്രമല്ല പ്രത്യേക സ്റ്റൈല് അടങ്ങിയതും രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച, ശ്രദ്ധ പിടിച്ചു പറ്റിയ, രാജ്യത്തെ വിവിധ കാര്യങ്ങളിലൊക്കെ നല്ല ഇടപെടലുകൾ നടത്താൻ ഇവരുടെ കവിതകൾ കൊണ്ട് ആയിട്ടുണ്ട്. ഓക്കെ. The novel started a movement of modernizing Arabic fiction. In 1914, Muhammad Hussein Haikal published Zainab, often considered the first modern Egyptian novel. അപ്പോൾ അറബി സാഹിത്യത്തിൽ നോവലുകൾ പ്രത്യേകമായ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, അദ്ദേഹത്തിന്റെ സൈനബ് എന്ന നോവലാണ് ആദ്യ നോവലായിട്ട് പരിഗണിക്കുന്നത്. ആധുനിക ഈജിപ്ഷ്യൻ നോവലാണ്. ഇബ്രാഹിം അൽ മാസിനി was probably among the most prominent authors who employed his style in the production of new literary themes when he wrote his successful social novel Ibrahim al-Khatib. ഇബ്രാഹിം അൽ ഖാത്തിബ് എന്ന നല്ലൊരു സോഷ്യൽ നോവൽ, അതിന്റെ രചയിതാവാണ് ആര്? ഇബ്രാഹിം അൽ മാസിനി. നോവൽ flourished through the contributions of many authors like Tawfiq al-Hakim, Awdat al-Ruh, Abbas Mahmud al-Akkad, Sara Taimurs, നിദാഉൽ മജ്ഹൂൽ. ഓക്കെ. അപ്പോ തൗഫീഖുൽ ഹക്കീമിന്റെ ഔദത്തുർ റൂഹ് എന്ന നോവല്, അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദിന്റെ സാറ എന്ന നോവൽ, തൈമൂറിന്റെ നിദാഉൽ മജ്ഹൂൽ എന്ന നോവൽ തുടങ്ങിയ നോവലുകൾ, ഇതൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത് വിരചിതമായതാണ്. അവിടുന്ന് പോവാം. Dramatic plays, particularly in Egypt, flourished immensely and subsequently dominates the rest of the Arab world. ഈ ഡ്രമാറ്റിക് നാടകങ്ങൾ, പ്ലേസ്, അതും പ്രത്യേകമായിട്ടും ഈജിപ്തിൽ അതിനും നല്ലൊരു കുതിപ്പ്, ഒരു സ്വീകാര്യത അറബ് ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. മഹ്മൂദ് തൈമൂർ was the first to experiment with the social realist play. Social realist play അത് ആദ്യമായി കൊണ്ടുവന്നത് മഹ്മൂദ് തൈമൂറാണ്. തൗഫീഖുൽ ഹക്കീം ഇവരൊക്കെ ഈ ഗണത്തിൽ പെടുന്നവരാണ്. അദ്ദേഹത്തിന്റെ അഹ്ലുൽ കഹ്ഫ്, The People of the Cave, ഷഹർസാദ്, ഓക്കെ, ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. മതിയോടെ. പിന്നെ ഇവിടെ പോയിട്ട് അപ്പൊ ഇവിടെ ഈ ഒരു ഇതിൽ പറയുമ്പോൾ അത് എത്രയും മതി, കൂടുതൽ ആളുകളെ പേര് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട ചില ആളുകളും അവരുടെ രചനകളും മാത്രം മനസ്സിലാക്കും. ഓക്കെ. നെക്സ്റ്റ്, ലിറ്ററേച്ചർ ഇൻ പലസ്തീൻ. പലസ്തീനിലെ സാഹിത്യം. Palestine literature got the identity after the invasion of Israel in 1948, as the native writers used the literature as a weapon against the invasion and the denial of rights. പലസ്തീൻ സാഹിത്യത്തിന് ഒരു ഐഡന്റിറ്റി വന്നത് 1948 ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷമാണ്. അപ്പോ അവിടെയുള്ള എഴുത്തുകാരെന്ത് ചെയ്തു?
ഈ അധിനിവേശത്തിനെതിരെയും അവരുടെ അവകാശങ്ങൾക്കെതിരെയുടെ കടന്നുകയറ്റലിനെതിരെയായിട്ട് അവര് സാഹിത്യം ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. നല്ല രചനകൾ വരാൻ തുടങ്ങി. റൈറ്റേഴ്സ് ലൈക്ക് സൽമ ഖദ്ര ആൻഡ് ലിയാന ബദർ stood for the identity of Palestine in Arabic literature. അറബി സാഹിത്യത്തിൽ പലസ്തീൻ്റെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ലിയാന ബദർ, സൽമ ഖദ്ര തുടങ്ങിയ എഴുത്തുകാരൊക്കെ കടന്നു വന്നു. അങ്ങനെ ഒന്ന് പോന്നിട്ട് മഹ്മൂദ് ദർവേഷ്, സാമി അൽ ഖാസിം, തൗഫീഖ് സിയാദ് അറിയപ്പെട്ട പലസ്തീൻ എഴുത്തുകാരാണ്. മഹ്മൂദ് ദർവേഷ്, സാമി അൽ ഖാസിം ആൻഡ് തൗഫീഖ് സിയാദ്. പിന്നെ ജേർണലിസ്റ്റുകൾ ഇബ്രാഹിം അബൂനാബ്, ഗസാൻ അൽ കൻഫാനി. ഓക്കെ, ഇവരും അവരുടേതായ നല്ല റോള് നിറവേറ്റിയിട്ടുണ്ട് ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെയായിക്കൊണ്ട്. അപ്പൊ പലസ്തീൻ ലിറ്ററേച്ചറിൽ അത്രയും മതി. അറബിക് ലിറ്ററേച്ചർ ഇൻ മഗ്രിബ് കൺട്രീസ്, പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ അറബി സാഹിത്യം. The history of the literature in Maghrib goes back to the speech delivered by Tariq ibn Ziyad, who conquered Spain and made his companions zealous by his words. The Jamia al-Qurawiyyin had a key role in bringing scholars together like Ibn Khaldun, Ibn al-Khatib, al-Banana, al-Idrisi and Musa ibn Maimun. അപ്പോ മഗ്രിബ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററിയിൽ പറയുകയാണെങ്കിൽ താരിഖ് ഇബ്നു സിയാദ് നടത്തിയ ഒരു പ്രശസ്തമായ പ്രസംഗം, അദ്ദേഹം സ്പെയിൻ കീഴടക്കിയതിനു ശേഷം അതൊരു ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചൊരു സ്പീച്ചാണ്. അങ്ങനെ അവിടെയുള്ള ജാമിയ ഖുറവിയ്യീനിലെ നല്ല സ്കോളേഴ്സ് കടന്നു വന്നിട്ടുണ്ട്, നല്ല പണ്ഡിതന്മാർ. ഇബ്നു ഖൽദൂൻ, മുഖദ്ദിമ എഴുതിയ ഇബ്നു ഖൽദൂന്, ഇബ്നുൽ ഖത്തീബ് അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ ആ ഒരു ജാമിയ ഖുറവിയ്യീനിലൂടെ പ്രശസ്തരായ ആളുകളാണ്. അറബിക് ലിറ്ററേച്ചർ ഇൻ മഹിജർ, നേരത്തെ പറഞ്ഞു മഹിജർ ലിറ്ററേച്ചർ പറഞ്ഞല്ലോ. മഹിജർ എന്താണ്? മഹിജർ ദി അറബ് ഡയാസ്പോറ was a literary movement started by Arabic-speaking writers who immigrated to America from Ottoman-ruled Lebanon. ലെബനാനിൽ നിന്ന് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത അറബി സംസാരിക്കുന്ന എഴുത്തുകാരുടെ ഒരു മൂവ്മെന്റ്, ഒരു ഗ്രൂപ്പ് സംഘടനയാണ് മഹിജർ എന്ന് പറയുന്നത്. അറബ് ഡയാസ്പോറ എന്ന് പറയും. മഹിജർ അറബിയിലാണ്, ഇംഗ്ലീഷിൽ അറബ് ഡയാസ്പോറ. ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ ലെബനാനിൽ നിന്ന് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത കുടിയേറിയ അറബി സംസാരിക്കുന്ന എഴുത്തുകാരുടെ, അറബി സ്പീക്കിംഗ് റൈറ്റേഴ്സ്, അവർ സ്ഥാപിച്ച സാഹിത്യ സംഘടനയാണ് മഹിജർ എന്നുള്ളത്. ലെബനൻ മാത്രമല്ല, സിറിയ ആൻഡ് പലസ്തീൻ അറ്റ് ദ ടേൺ ഓഫ് ദി 20th century, നൂറ്റാണ്ടിനോടുകൂടെ പലസ്തീനിലെയും സിറിയയിലെയും ലെബനാനിലെയും അറബി സംസാരിക്കുന്ന എഴുത്തുകാർ സാഹിത്യ ഒരു സംഘടന ഉണ്ടാക്കി. അതാണ് മഹിജർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവര് അമേരിക്കയിൽ, സൗത്ത് അമേരിക്കയിലുണ്ട്, നോർത്ത് അമേരിക്കയിലും, രണ്ട് ഭാഗത്തേയും കുടിയേറിയിട്ടുണ്ട്. ഖലീൽ ജിബ്രാൻ is considered to be the most influential of the Mahjar poets. മഹിജർ കവികളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ പോയറ്റായി അറിയപ്പെടുന്ന ഖലീൽ ജിബ്രാൻ ആണ്. ഇനി അറബിക് ലിറ്ററേച്ചർ ഇൻ സ്പെയിൻ, സ്പെയിനിലെ അറബി സാഹിത്യം. The establishment of the Umayyad dynasty in the Iberian Peninsula led to the spread of Arabic literature. ഉമവിയ്യ ഭരണം സ്പെയിനിൽ സ്ഥാപിച്ചല്ലോ അബ്ദുറഹ്മാൻ അൽ ഖാത്തിബ്. അതോടുകൂടി അവിടെയും അറബി സാഹിത്യത്തിൽ വളരെ മാറ്റങ്ങളാണ് കടന്നു വന്നത്.
ഇബ്നു സൈദൂൻ, ഇബ്നു അമ്മാർ, ഇബ്നു അബ്ബാദ്, ഇബ്നു ലദ്ദാദ് ഇങ്ങനെ തുടങ്ങിയ അറിയപ്പെട്ട കുറെ കവികൾ സ്പെയിനിലുണ്ടായിരുന്നു. ഇബ്നു ഖഫാജ ആൻഡ് ഇബ്നു ഖാത്തിബ് later developed this style of poetry. പിന്നീട് നല്ല മാറ്റങ്ങൾ കവിതയിൽ കൊണ്ടുവന്നവരാണ്. The new style of poetry called al-muwashshahat was the product of Spanish Arabic literature. സ്പാനിഷ് അറബിക് സാഹിത്യത്തിലെ ഒരു പ്രധാന ഒരു സംഭവമാണ് എന്ത് അൽ മുവശ്ശഹാത്ത് എന്നറിയപ്പെട്ടു. പുതിയ പോയട്രി സ്റ്റൈല് കളക്ഷൻ അൽ മുവശ്ശഹാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സ്പെയിനിലൂടെ കടന്നു വന്നത് മുവശ്ശഹാത്ത്. The prose also went through many stages in Spanish literature. സ്പാനിഷ് ലിറ്ററേച്ചറിലും പ്രോസുകളും പല സ്റ്റേജുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇബ്നു സഈദ്, ഇബ്നു ഗാനിം, ഇബ്നു സൈദൂൻ, ഇബ്നു ഷാഹിദ് ഇവരൊക്കെ അതിൽ അറിയപ്പെട്ട ആളുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ദ അറബിക് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അറബി സാഹിത്യം. The Arabic literature gained popularity among the Indians by the ruling dynasties and scholars. The Arabic language was the official language in the majority of the provinces in Gujarat. Mughals, Ghaznavis and other ruling dynasties stood behind the prevalence of Arabic literature. അറബി സാഹിത്യത്തിന് ഇന്ത്യയിൽ വലിയ പ്രശസ്തിയും സ്വീകാര്യതയും കൈവന്നു. അതേപോലെ ഗുജറാത്തിലെ പല പ്രോവിൻസിലും അറബിക് ഭാഷയായിരുന്നു പ്രധാന ഭാഷ. പിന്നെ ഇവിടെ കടന്നു വന്ന മുഗൾ രാജാക്കന്മാർ, ഗസനവികൾ, മറ്റു ഭരണകർത്താക്കൾ ഇവരൊക്കെ അറബി സാഹിത്യത്തിന് വളരെ വലിയ സ്ഥാനം. ഓഫ് ഒറിജിൻ ഓഫ് ലിറ്റററി ആൻഡ് അക്കാദമിക് വേഴ്സ്. Several works were written in the secular knowledge too. The science of the prophetic tradition and prophetic science was among the most popular sciences in which the majority of scholars composed the works. Shah Waliullah Dahlari, അതേപോലെ ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി ഇവരൊക്കെ പ്രശസ്തരായ ഇന്ത്യൻ അറബി സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. പിന്നെ ഹസ്സാനുൽ ഹിന്ദ് എന്നറിയപ്പെട്ടു ആസാദ് ബൽഗ്രാമി, അലി ആസാദ് ബൽഗ്രാമി called ഹസ്സാനുൽ ഹിന്ദ്. പിന്നെ അൻവർ ഷാ കശ്മീരി was the Islamic jurist and the author of many works in prophetic science. അൻവർ ഷാ കശ്മീരി അറിയപ്പെട്ട എഴുത്തുകാരനാണ് ഇന്ത്യയിലെ അറബി സാഹിത്യത്തിലെ. അതേപോലെ അബുൽ ഹസൻ അലി നദ്വി, അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഹയ്യുൽ ഹസനി തുടങ്ങിയ ആളുകൾ ഇവരൊക്കെ ഇന്ത്യയിലെ അറബി ലിറ്ററേച്ചർ, അറബി സാഹിത്യത്തിലെ പ്രധാന പങ്ക് വഹിച്ച എഴുത്തുകാരാണ്. അതിൽ ചിലരാണ്, ഒരുപാട് ആളുകളുണ്ട്, ഇവരൊക്കെ അതിൽ പെട്ട ചില ആളുകളാണ്. ആരൊക്കെയാണ് പറഞ്ഞത്? ഷാ വലിയുല്ലാ ദഹ്ലവി, ഗുലാം അലി ആസാദ് ബൽഗ്രാമി, അൻവർ ഷാ കശ്മീരി, അബുൽ ഹസൻ അലി നദ്വി, അബ്ദുൽ ഹയ്യുൽ ഹസനി തുടങ്ങിയവർ ഇന്ത്യയിലെ അറബി സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ രചനകൾ നടത്തിയ അറിയപ്പെട്ട സാഹിത്യകാരന്മാരാണ്. ഷാ വലിയുല്ലാ ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ നല്ല അറിയപ്പെട്ട ഗ്രന്ഥമാണ്. അത് നുസ്ഹത്തുൽ ഖവാതിർ എന്നതും അറിയപ്പെട്ട ചരിത്ര ഗ്രന്ഥമാണ്. അബ്ദുൽ ഹയ്യുൽ ഹസനിയുടേത് നുസ്ഹത്തുൽ ഖവാതിർ. അതേപോലെ സുബ്ഹത്തുൽ മർജാൻ ഒക്കെ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അപ്പോ ഇതോടെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂള് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ മൊഡ്യൂൾ 3 അതിലേക്കാണ് പോകുന്നത്. ഡെവലപ്മെന്റ് ഓഫ് അറബിക് പോയട്രി, അറബി സാഹിത്യത്തിന്റെ ഡെവലപ്മെന്റ്, വികാസം, അതിനെക്കുറിച്ചാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലെ മൊഡ്യൂൾ 3 നമുക്ക് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. കമന്റ്സിലൂടെ അറിയിച്ചാൽ അത് ഏതൊക്കെ വിശദീകരണം എവിടെയൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ
കൂടി പറയാവുന്നതാണ്. Okay. So let us stop our class today. Okay, thank you.